ഇതാണ് നമ്മളുടെ ആകാശവെള്ളരി സ്പെഷ്യൽ ജ്യൂസ്. എല്ലാവർക്കും അൽഷിഫ ഹോം റെമഡീസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ആകാശവെള്ളരി. ആകാശവെള്ളരി പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും അറിയപ്പെടുന്നൊരു സാധനമായി മാറിയത്. ഇതന്നെ പാഷൻ ഫ്രൂട്ടിൽ പെട്ടതാണിത്. ഇത് നമ്മൾ കട്ട് ചെയ്താൽ തന്നെ ആ പാഷൻ ഫ്രൂട്ടിൽ എങ്ങനെ സീഡുണ്ടോ അതേപോലെ വരും. ഇതിൽ കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് തോലൊക്കെ എടുത്ത ശേഷം ഇങ്ങനെ കട്ട് ചെയ്യാം. കണ്ടോ, ഇതാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള പോലെ എന്ന് പറഞ്ഞത്. പാഷൻ ഫ്രൂട്ടിൻ്റെ എങ്ങനെയാണോ നമ്മൾ ഉള്ളിൽ തൊലിക്കുമ്പോഴുള്ളത് അതേ സീഡ് പോലെയുള്ളത്. കണ്ടോ, ഇവിടെ നമുക്ക് കാണുമ്പോൾ പപ്പായയുടെ ഒരു ഷേപ്പും ഇല്ലേ. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് ക്യാൻസർ പേഷ്യൻറ്റിന്, അതേപോലെ ഇമ്മ്യൂണിറ്റി പവറിന് എല്ലാം നല്ലതാണ്. ക്യാൻസർ വന്നവർക്കും വരാതിരിക്കാനും ഇത് അങ്ങനെ എടുത്തിട്ട് വേണിച്ചാൽ ജ്യൂസ് അടിക്കാം. അൾസർ, ക്യാൻസർ, അത് ഏത് തരം അൾസർ ആയിക്കോട്ടെ, പെപ്റ്റിക് അൾസർ, ഏത് തരം അൾസർ ആണെങ്കിലും ഇത് നല്ലതാണ്. അതേപോലെ ഈ സീസണിൽ ഇതിപ്പോൾ നമ്മൾ രാവിലെ 2 ദിവസം മുമ്പ് രാവിലെ ഞാനും ഹസ്ബൻഡും കൂടെ സംസാരിച്ചിരുന്നു ആകാശവെള്ളരി എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. അപ്പോഴാണ് നമ്മളുടെ അവിടെ വരുന്ന യൂസഫ് ക ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ സീഡ് വാങ്ങി അവരുടെ അവിടെ ഉണ്ടാക്കി അന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ പാൽ ഉപയോഗിക്കാത്ത കാരണം ഇതങ്ങനെ എടുത്ത് തേങ്ങാപ്പാലിൽ ജ്യൂസ് അടിക്കാം, ഇല്ലെങ്കിൽ തനിയെ ജ്യൂസ് അടിക്കാം. ഇത് മാത്രം ഇങ്ങനെ നന്നായി ക്രഷ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം, തേന് മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് ജ്യൂസ് അടിച്ച ശേഷം ഇത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെക്കറേഷന് പോലെ ഇടാം. ഇത് നല്ലതാവും, നല്ല കുറുകി വരും ഇങ്ങനെ ആക്കും തോറും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കഴിക്കണം, ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗവും. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ അസുഖത്തിന്. ഈ മാർച്ച് മാസമൊക്കെ നല്ല ചൂടല്ലേ, അതിന് ഏറ്റവും വെള്ളരിൻ്റെ കുടുംബത്തിൽ പെട്ടതുമാണ്, പാഷൻ ഫ്രൂട്ടിൻ്റെ കുടുംബത്തിൽ പെട്ടതുമാണ്. അപ്പോൾ നമ്മളുടെ ബോഡി തണുപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. വേനൽക്കാല ചൂട്, അതേപോലെ നോമ്പിൻ്റെ ചൂട്, പിന്നെ ഷുഗർ പേഷ്യൻറ്റിന് ഏറ്റവും നല്ലതാണ്. ഓരോ ഷുഗർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻറ്റേർണൽ ഓർഗൻ ഹീറ്റായിരിക്കും. അപ്പോൾ ഈ ചൂടിന് പുറമെ അവരുടെ ബോഡി ഹീറ്റും കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ യെല്ലോ കളർ, ഓറഞ്ച് ടു യെല്ലോ പോലെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അത് നമ്മളുടെ ഹാർട്ടിന്, അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈന്, അതേപോലെ ട്രിപ്പിൾ വാർമർ പറയും, പെരിക്കാർഡിയം, അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഓറഞ്ച്. അതേപോലെ സ്റ്റൊമക്ക്, സ്പ്ലീൻ. അത് മാത്രമല്ല ഈ ബ്ലാക്ക് ഷെയ്ഡ് വരും തോറും അത് കിഡ്നിക്ക് ഏറ്റവും സർക്കുലേഷൻ കൂട്ടും. അതേപോലെ ഇത് ലൈറ്റ് യെല്ലോയിഷും വൈറ്റുമാണ്. അങ്ങനെ വരും തോറും നമ്മളുടെ ലിവറിന് ഏറ്റവും സർക്കുലേഷൻ കൊടുക്കുന്നതും നമ്മുടെ ലങ്സിന് ഏറ്റവും സർക്കുലേഷൻ കൊടുക്കുന്നതുമായിട്ടുള്ള. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒട്ടുമിക്ക 12 ഓർഗൻസിനും എനർജി കൊടുക്കുന്നൊരു സാധനമാണ് ഈ പറയുന്ന ആകാശവെള്ളരി. ഇനി നമുക്ക് ജ്യൂസ് എങ്ങനെ അടിക്കാൻ നോക്കാം. ഇതാണിപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നത്. ജ്യൂസ് ഇതിൽ വേറൊന്നുമില്ല, നമ്മൾ ആകാശവെള്ളരിയുടെ ആ യെല്ലോവും വൈറ്റ് ഇഷ്യൂ ആയിട്ടില്ലേ അത് മാത്രം. അതും കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് ഹണി. ഇത് കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അതിൽ മിക്സ് ചെയ്ത് ചേർത്താം. നേരത്തെ പറഞ്ഞ പാലോ തേങ്ങാപ്പാലോ മിക്സ് ചെയ്ത് ചേർത്താം. അതേപോലെ ഇത് മേലെ കുറച്ച്. ഇത് കിട്ടുന്നവർ എങ്ങനെ ഉണ്ട് എന്ന് കഴിച്ച് നോക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു.